എടാ മക്കളെ മാറിയിരിക്കും, ബാക്കിലോട്ട് ബോളൊന്നും വരത്തില്ല. നീ അങ്ങോട്ട് മാറി റെസ്റ്റ് എടുക്കുന്നേ. എടാ അങ്ങോട്ട് മാറിക്കടാ. എടാ ദേഹത്ത് ബോളുകളിലോട്ട് അങ്ങോട്ട് മാറിക്കടാ. അഖിൽ പ്രസാദ് അളിയാ വേണ്ട, ചുമ്മാ അടിച്ചു കളയണ്ട, നമ്മൾ തന്നെ പോയി എടുത്തോണ്ട് വരേണ്ടി വരും. എന്തോടെ പെതുക്കാൻ കയറിയടാ. എടാ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്റ്റമ്പിന്റെ മൂട്ടിൽ കയറി നിൽക്കരുതാണ്. അയ്യോ എന്തോ കാണിക്കുവാടാ. ഞാനിതൊക്കെ പണ്ടേ പ്രതീക്ഷിച്ച. ആ വാഴ അടിക്കത്തൊന്നുമില്ല, ചുമ്മാ വെറുതെ. ഇറങ്ങിപ്പോ ഓവർ തീർക്കാതെ ചുമ്മാതെ. എടാ എങ്ങനെയാലും ഒന്ന് കൊള്ളിക്കടാ. എടാ ബാറ്റയിലല്ലേ ഇപ്പം കൊള്ളിക്കാന്ന്. അയ്യേ ബോളല്ല ആ സ്റ്റമ്പേല് നീ ഒന്ന് കേറിപ്പോ. എടാ ഞാൻ ഔട്ടായാലേ ഷിയാസ കേറാൻ പോലെ. അവര് ഹെലികോപ്റ്റർ ഷോട്ട് മാത്രമേ അടിക്കാൻ അറിയത്തുള്ളൂ, ഒരു സിംഗിൾ പോലും കിട്ടത്തില്ല. അതാരടാ ഈ ഷിയാസ്? എനിക്കറിയത്തില്ലയോ? ഇല്ല. ഒന്നും പറഞ്ഞടാ, ധോണിയുടെ കട്ട ഫാനാ. അവിടെ വന്നാണ്ടല്ലോ ഫീൽഡിംഗ് ഒന്നും ചെയ്തില്ല, കീപ്പിംഗ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അത്രയ്ക്ക് ഫാനാണ്. പിന്നെ ബാറ്റിംഗ് ചെയ്താ ഫുൾ ഹെലികോപ്റ്റർ ഷോട്ട്സാ. ആണോ? ആ ഷിയാസ് എന്ന് പറഞ്ഞ ഭയങ്കര ഫാനല്ലയോ? ഫാനോ? അവന് ധോണി വെച്ചാ പ്രാന്ത. അപ്പൊ ഷിയാസ് ഇപ്പം വരും. അവനെ ഹെലികോപ്റ്റർ തൊട്ട് ഒരു പൂച്ചയെ പോലും അടിക്കത്തില്ല. ഔട്ടാക്കാൻ പറ്റുന്നില്ല കേട്ടോ. കാലമ്മയുടെ കുറെ ഹെലികോപ്റ്റർ ഷോട്ട് അടിച്ചിട്ട് 100 റണ്ണായി. ഇവിടെ കീപ്പിംഗ് കയറി നിൽക്കും. നമുക്കൊന്ന് അനങ്ങാൻ പോലും പറ്റത്തില്ല. നോക്കിയോ? വേറൊരു കാര്യമുണ്ട്, അസാധ്യ ഷോട്ടാണ്. നമ്മളെന്തിനാ പറയുന്നേ? ടെൻഡി ആണെങ്കിലേ ധോണിയെ പോലെ തന്നെ ഗ്രീസിന് വെളി ഇറങ്ങിയാലേ അപ്പം നമ്മൾ ഔട്ടാ. ഓർമ്മ വേണം. ഇത് ചെയ്യാനാടോ ഇനി? അബദ്ധം പറ്റിയില്ല. എന്താ കേറുന്നില്ലയോ? ഓ നമ്മള് പോവാ. പാട്ടി ഔട്ടായി കളഞ്ഞു. എന്നാ മുണുങ്ങ്. കുറെ നേരം കൊണ്ട് പ്രാഗിനെ ഞാൻ കണ്ടായിരുന്നു. മുണുങ്ങുണ്ടേ പോ. ഒന്നും എടുക്കത്തില്ല. നാല് പേര് 4 റൺ എടുത്തിട്ടുണ്ട്. അളിയ പിച്ച് സ്ലിപ്പായിരുന്നു, അതാ നല്ലോണം ഓടാൻ പറ്റും. എടാ മഴ വരും, നമുക്ക് നമ്മുടെ വീട്ടിൽ കയറിക്കാം. എന്റെ വീട് അതുകൊണ്ട് രക്ഷപ്പെട്ടു. എന്റെ വീട്ടിൽ നാണം കെടാതെ. എന്തൊരു മഴയാണോ? ഇതാ എന്റെ വീട്, ഇങ്ങോട്ട് കയറിയിരിക്കാം. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നു. അമ്മാവനകത്തുണ്ട്. ക്രിക്കറ്റിനെ കുറിച്ച് വാക്കുപോലും ഉണ്ടല്ലോ കേട്ടോ. പണി അതുകൊണ്ടാ. അളിയ എന്നാലും ഹെലികോപ്റ്റർ ഷോട്ട് പിന്നെ അസാധ്യം വരുന്നത്. ഇതൊക്കെ ഹെലികോപ്റ്റർ ഷോട്ട് ആണോ? അതൊക്കെ ധോണി കളിക്കുന്ന ഷോട്ട് ഇല്ലയോ? അതുപോലെ ആരെങ്കിലും കളിച്ചാലാവും. പിന്നെ ഞാൻ ട്രെയിൻ പോലെ ഇടാൻ പോവാ. ഞാൻ പോയി കുറച്ച് വെള്ളം എടുക്കണം. വെള്ളം കേട്ടോ. അതെന്തോടെ അമ്മാവന്റെ മുന്നിൽ വെച്ച് ക്രിക്കറ്റിന്റെ കാര്യം പറയണ്ടെന്ന് പറഞ്ഞേ? അത് പറയല്ലേ, പുള്ളി ഒരു പഴയകാല ക്രിക്കറ്റ് പ്രേമിയാണ്. അപ്പൊ ഈ പുതിയ ആൾക്കാരൊക്കെ പറയുമ്പോഴേ ചെറുതായിട്ട് ചൊറിയും പുള്ളിക്ക്. അതുകൊണ്ട് മിണ്ടണ്ടെന്ന് അവൻ പറഞ്ഞു കേട്ടോ. അളിയ ഇന്ന് ചെലവ് വേണം, തലയുടെ ബർത്ത്ഡേയാ. പിന്നെ അളിയനറിയാമല്ലോ, ധോണി എന്ന് പറഞ്ഞാൽ എക്കാലത്തെ മികച്ച പ്ലെയർ ആണ്, കീപ്പറാണ്, ക്യാപ്റ്റനാണ്, ഫിനിഷറാണ്. അതുകൊണ്ട് ചെലവ് വേണം. ആരാണ് ഇവിടെ ക്രിക്കറ്റിനെ പറ്റി പറഞ്ഞേ?
ആരടാ ധോണി? എടാ പണ്ടൊക്കെ ഗവാസ്കർ, ജഡേജ, കുംബ്ലെ കളിച്ച ക്രിക്കറ്റ് ക്രിക്കറ്റ്. അല്ല കുറെ എണ്ണം ബാറ്റും പൊക്കി പിടിച്ചോണ്ട് കോപ്രാൻ കാണിക്കുന്നല്ല ക്രിക്കറ്റ്. കുറെ പുതിയ ആൾക്കാർ വന്ന് ക്രിക്കറ്റിന്റെ ഫോർമുല വരെ മാറ്റി. എടാ നീ പറ ധോണിക്ക് എന്ത് മേന്മയാടാ ഉള്ളേ? മാവനൊരു കാര്യം അറിയോ? ക്രിക്കറ്റ് ചരിത്രത്തിൽ അസാധാരണമായിട്ട് ഒന്നുമില്ല ഇന്ത്യക്കാരെ പറഞ്ഞു പഠിപ്പിച്ച നായകന്റെ പേരാണ് MS ധോണി. സെലക്ടർമാർക്ക് മുന്നിൽ മറ്റൊരു വഴിയും ഇല്ലാത്തതുകൊണ്ട് മാത്രം താൽക്കാലികമായി നായകനാകപ്പെട്ട ധോണി ജീവിതത്തെ വെല്ലുവിളിച്ച അതേ ലാഘവത്തോടുകൂടി ആ റോൾ ഏറ്റെടുത്തു. പിന്നീട് നടന്ന കാര്യങ്ങൾ കാലവും ചരിത്രവും സാക്ഷി. പടയ്ക്ക് മുന്നിലും വിരുന്നിന് പിറകിലും എന്നതായിരുന്നു ധോണിയുടെ ശൈലി. എങ്കിൽ പോലും ICCയുടെ 3 കിരീടങ്ങൾ നേടിയ ലോകത്തിലെ ഒരേ ഒരു ക്യാപ്റ്റൻ അത് ധോണിയാണ്. ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിൽ അന്നും ഇന്നും എന്നും മികച്ച ക്യാപ്റ്റൻ അത് ധോണിയാണ്. അത് പിന്നെ സച്ചിനെ പോലെ സ്ട്രൈറ്റ് ഡ്രൈവോ ലക്ഷ്മണനെ പോലെ ഫ്ലിക്ക് ചെയ്യാനോ ധോണിക്ക് അറിയത്തില്ലല്ലോ. എന്തൊക്കെ പറഞ്ഞാലും ബാറ്റിങ്ങിനെ ക്ലാസിക് ഷോട്ട്സോ ടാറ്റിക്സോ ഒന്നും നമ്മുടെ ധോണിക്ക് അറിയത്തില്ലല്ലോ. അങ്ങനെയുള്ള ഒരാളുടെ ഇതിഹാസം എങ്ങനെ പറയും? അതൊക്കെ ശരിയാ നിങ്ങൾ പറഞ്ഞത്. സച്ചിനെ പോലെ സ്ട്രേറ്റ് ഡ്രൈവ് ഒന്നും കളിക്കാൻ അറിയത്തില്ലായിരിക്കും. പക്ഷെ അങ്ങേര് പകരം വെക്കാനില്ലാത്ത ഒരു പ്രതിഭയാണ് ഇന്ത്യൻ ക്രിക്കറ്റിലെ. സ്വയം കണ്ടെത്തിയ വഴികളിലൂടെ ക്രിക്കറ്റിനെ തോളിലേറ്റിയവൻ. ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ കിരീട നേട്ടത്തിന്റെ സുവർണ കാലഘട്ടത്തിന്റെ നായകൻ. ലോക ക്രിക്കറ്റിലെ എക്കാലത്തെ മികച്ച വിക്കറ്റ് കീപ്പർ. റൺ ചേസിന്റെ അതിസമ്മർദ്ദത്തിനിടയിൽ ബാറ്റിംഗ് ഓർഡറിൽ സ്വയം പ്രൊമോട്ട് ചെയ്ത് മുന്നോട്ടിറങ്ങിയാൽ അതിന് അന്നും ഇന്നും ഒരർത്ഥമേ ഉള്ളൂ. ഏത് പൊന്നാപുരം കോട്ടയും കീഴടക്കി ലോകത്തിലെ ഏറ്റവും മികച്ച ഫിനിഷർ ആ കളിയും അവസാനിപ്പിച്ചിരിക്കും. നീണ്ട 15 വർഷക്കാലം നീലക്കുപ്പായത്തിൽ ലോകം വഹിച്ച നമ്മുടെ നായകൻ MS ധോണി. വിക്കറ്റിന് മുന്നിലോ പിന്നിലോ ആയിക്കോട്ടെ, പക്ഷെ ഏത് സാഹചര്യത്തിലും കളിയുടെ ഗതി മാറ്റുന്ന മിസ്റ്റർ അൺപ്രഡിക്റ്റബിൾ ആണ്. അതാണ് ഞങ്ങളുടെ MSD. ധോണിയേക്കാൾ മികച്ച ഒരു ബാറ്റ്സ്മാനെ നിങ്ങൾക്ക് കിട്ടിയേക്കാം. ധോണിയേക്കാൾ മികച്ച ക്യാപ്റ്റനെയോ ഫിനിഷറെ നിങ്ങൾക്ക് കിട്ടിയേക്കാം. ധോണിയേക്കാൾ മികച്ച ഒരു വിക്കറ്റ് കീപ്പറെയും ഭാവിയിൽ നിങ്ങൾക്ക് കിട്ടിയേക്കാം. ഈ പറഞ്ഞ റോളുകളെല്ലാം അതിഗംഭീരമായി ചെയ്യുന്ന ഒരാളെ നിങ്ങൾക്ക് സ്വപ്നത്തിൽ പോലും കാണാൻ സാധിക്കില്ല. കാരണം അയാൾക്ക് മാത്രം സാധ്യമാകുന്ന മഹേന്ദ്ര ജാലം. ഒരു ജനതയുടെ മുഴുവൻ വിശ്വാസത്തിന്റെ പേരായിരുന്നു MSD എന്ന 3 അക്ഷരം. അയാൾ പടിയിറങ്ങുമ്പോൾ ബാക്കിയാവുന്നത് വലിയൊരു ശൂന്യതയാണ്. അയാൾക്ക് പകരക്കാരനായി ലോക ക്രിക്കറ്റ് ഒരാളെ കാണിച്ചു തന്ന നിങ്ങൾക്കുള്ള ലൈഫ് ടൈം സെറ്റിൽമെന്റ് ഞാൻ ചെയ്തു. വാചക കസർത്ത് അടിച്ച് നീനെ തോപ്പിച്ച്. അയ്യോ വാചക കസർത്തൊന്നുമല്ല, അതാണ് സത്യം. തോറ്റേ അത് മതി, ഞാൻ പോവാ. മഴ മാറി പോവാണേ. ഓക്കെ ബൈ. നിക്കടാ അവിടെ. ഇനി എന്തുവാ? കേറി വന്നപ്പോളേ അതുകൊണ്ട് ആ മൂല തൊട്ട് ആ മൂല ഫുള്ള് ചള്ളയാക്കായിരുന്നു. മൊത്തം തുടച്ച് വൃത്തിയാക്കിയിട്ട് നീ പോയാ മതി. അത്രയാണോ? അത് ഞങ്ങൾ എല്ലാവരും ഒരു 5 മിനിറ്റ് അത് വൃത്തിയാക്കി അങ്ങ് തരും. ആരെല്ലാരൂടാ? ഞങ്ങളെല്ലാരും എല്ലാരും മുങ്ങിയോ? നീ വാടാ. എന്താ? നീ തൂത്തിട്ടേ പോത്തുള്ളൂ. അല്ല ഞാൻ ഫാന് ബർത്ത്ഡേ തൂത്തിട്ട് പോടാ. You think I can survive till the 2019 World Cup? Sure, yes, sure. Then you have answered the question. Thank you, sir.